ഉംറക്കൊക്കെ പോകുമ്പോൾ കാണിച്ചു കൊടുക്കൂലേ, ഉഹദ് ഇന്നതാണ്, ഇതാണ് ജബലുർ റുമാത്ത്, ഇവിടെയാണ് ഹംസ തങ്ങളുടെ ഖബറുള്ളത്, ഈ കെട്ടിനുള്ളിലാണ്, ഇവിടെ നിന്നാണ് ഉഹദ് യുദ്ധം നടന്നത് എന്നൊക്കെ പറയുമ്പോ സ്വർഗത്തിന്റെ വാസന വന്ന സ്ഥലമാണത്, സ്വർഗത്തിന്റെ മണം. സുഹാബി പറഞ്ഞ വാക്കാണത്, ഇന്നി ലഅജിദു റീഹൽ ജന്ന, സ്വർഗം എനിക്ക് വാസന വരുന്നുണ്ട്. വ ഇന്ന റീഹഹാ ലതഫൂഹു മിൻ മസീറതി 500 ആം, 500 കൊല്ലം അപ്പുറത്തെത്തിയാൽ തന്നെ സ്വർഗത്തിന്റെ വാസന വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാറ്റിലും ഉന്നതമായ ലക്ഷ്യങ്ങളായിരുന്നു സ്വഹാബത്തിന്റെ ഈമാനിൽ. അവർ അല്ലാഹുവിലേക്കുള്ള ബന്ധത്തിൽ, ഇൽമ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ, ദിക്ർ ചൊല്ലുമ്പോ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ, ദാനധർമ്മം ചെയ്യുമ്പോ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വഅദ് പറയാനും ദഅവത്ത് ചെയ്യാനും ചെയ്യുമ്പോ എന്തെന്നില്ലാത്ത ത്യാഗം, അങ്ങേയറ്റത്തെ പരമമായ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ചു. അങ്ങനെയാണ് അവർ ഇൽമ് തേടി പുറപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ? മുതഅല്ലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. ഇവിടെ വളരെ മനോഹരമായ ദർസ് നടക്കുന്നുണ്ട്. മണലാടിയിലല്ലേ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല ഖൈറിലും സന്തോഷത്തിലും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാനും അവരുടെ ഉസ്താദ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതുകൊണ്ട് ഈ ഉമ്മത്തിന് ഉപകാരപ്പെടാനും ഖുർറത്തു ഐനുകളായ മക്കളായി നമ്മുടെ മക്കൾ വളരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അല്ലാഹു തരണം ചെയ്യട്ടെ. ഇൽമ അന്വേഷിക്കുന്ന മക്കൾ മുതഅല്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടാകുന്നത് എന്തെന്നില്ലാത്ത സൗഭാഗ്യമല്ലേ. മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന് പറയുന്ന ഒരു ബാബ് ഇട്ടിട്ടുണ്ട്. പറയുന്നതിന്റെ മുമ്പ്, കർമ്മം ചെയ്യുന്നതിന്റെ മുമ്പ് അറിയണം എന്നാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം തന്നെ. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെയും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന്റെയും മുമ്പ് ഇൽമുണ്ടായിരിക്കണം. മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ പറയുന്ന വാക്കാണത് ഫഅലം. ആദ്യം നിങ്ങൾക്ക് ഇൽമുണ്ടാവണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നിങ്ങൾ ഇൽമുണ്ടായതിന്റെ ശേഷം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ അറിവുള്ളവരാകണം എന്ന് പറയാൻ ഇൽമ് ഖൗലിന്റെയും അമലിന്റെയും മുമ്പ് വേണ്ട സംഗതിയാണ് വിജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുന ബുഖാരി തങ്ങൾ അങ്ങനെ ഒരു ബാബിട്ടത് മഹാനവറുടെ സ്വഹീഹിൽ. മഹാനായ ഇമാമുന സുഹരി റളിയല്ലാഹു തആല മഹാനവറുടെ ഭാര്യ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാമുന സുഹരി തങ്ങൾ വല്ലാതെ കിതാബ് മുതാലഅ ചെയ്യുന്ന മഹാനാണ്. എപ്പോഴും അങ്ങനെയാണ്, പഠനം പഠനമാണ്. ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് സുഹരി ഇമാം കിതാബ് നോക്കുന്ന സ്ഥാനത്തെ 3 സഹഭാര്യമാർ, എന്റെ ഭർത്താവിന് ഞാനല്ലാത്ത 3 ഭാര്യമാരെ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര കുഴപ്പമില്ലായിരുന്നു. എന്റെ മുഖത്തെന്നെ നോക്കാനോ എന്നോടൊന്നും മിണ്ടാനൊന്നും അധിക സമയമല്ല, ഏതു നേരവും കിതാബ് മറിച്ചിരിക്കാൻ. ആര്? മിൻ അലാമി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭരായ ആലിമീങ്ങളിൽപ്പെട്ട ഇമാമുന സുഹരി റളിയല്ലാഹു തആല. ഇൽമിനോടൊരു ഹരം കുടുങ്ങിയാലേ അതങ്ങനെയാണ്, പിന്നെ മതിയാക്കാൻ തോന്നൂല. ഇത്രയും കാലം ലൈഫ് ലോങ് ലേണർ, അങ്ങനെ പറയാം. മരിക്കുന്നവരെ പഠിക്കാൻ, മരണം വരെ പഠിക്കാനുള്ള ആഗ്രഹം വരും ഇൽമിനോട് കൊതി വന്നാൽ. മുസ്ലിം അങ്ങനെയാവണമെന്നാണ്. പ്രായവ്യത്യാസം, നമ്മളാകെ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ വലിയ എക്സ്പേർട്ടായി എന്നാ വിചാരം. 10ാം ക്ലാസ് കൂടെ കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്ത പോലെയാണ്. അതിലൊക്കെ എന്ത് പഠിക്കുന്നു, വളരെ കുറച്ചല്ലേ നമുക്ക് പഠിക്കാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി കേട്ടും കണ്ടും വായിച്ചും അറിഞ്ഞും ആലിമീങ്ങളെ സമീപിച്ചു നമ്മളത് പഠിച്ചെടുക്കണം. ഇൽമ് വിജ്ഞാനത്തിന്റെ വിഷയം അങ്ങനെയാണ്. ലോകാവസാനം അടുക്കുമ്പോൾ വിജ്ഞാനം, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ ഒരു അലംഭാവം വരും. ദീൻ പഠിക്കാൻ ആളുകൾ കുറവ്, അങ്ങനെ വരും. ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ, അൽഹംദുലില്ലാ. മുമ്പൊക്കെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത വീടുകളിൽ നിന്നാണ് ഉസ്താദുമാർ ദർസുകളിൽ പോയി പഠിച്ചത്. അങ്ങനെയല്ല, എത്രയോ സൗകര്യങ്ങളുള്ള വീടുകളിൽ നിന്നാണ് മുതഅല്ലിമീങ്ങൾ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അത് ഇൽമിനോടുള്ള ആ ഒരു ആദരവും ബഹുമാനം. എത്രയോ ആളുകൾ
അവരുമായി സംസാരിക്കുമ്പോൾ വീട്ടുകാർ ഒക്കെ പറയില്ല, അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒരു ഹാലിമാക്കണം, ഒരു ഹാഫിളാക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ അദിം അലാ ഹാദിഹിൽ ഉമ്മ ഹാദിഹിൻ നിഅമ. ഈ നിഅമത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്നുൽ ബാഗിന്ദി, ഹാഫിളായ മഹാനായ ഇബ്നുൽ ബാഗിന്ദി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിച്ചു, ഇബ്നുൽ ബാഗിന്ദി എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻസൂറുൻ അഹ്ഫദു അം ശുഅബ? മഹാനായ ഇമാം മൻസൂർ തങ്ങളാണോ അതല്ല ശുഅബ തങ്ങളാണോ, ആരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാഠമുള്ളത്? ഹബീബിന്റെ മറുപടി വന്നു, മൻസൂർ. മൻസൂർ അല്ലാമ മൻസൂർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാഫിദ്. മഹാനായ ഇബ്നുൽ ബാഗിന്ദി തങ്ങളും ഹദീസ് പണ്ഡിതനാണ്. നിസ്കരിക്കാൻ നിന്നാൽ അല്ലാഹു അക്ബർ. ചില സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ബാക്കിലുള്ളവർ കേട്ടു എന്നാ അടുത്തിരിക്കുന്നവരൊക്കെ ഹദ്ദസനാ ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ റസൂലില്ലാ. ഹദീസിന്റെ സനദ് ഇങ്ങനെ പറയാണ് നിസ്കാരത്തിൽ. പെട്ടെന്ന് ഓർമ്മ നിസ്കാരത്തിലാണ് റബ്ബേ പറയണത്. അങ്ങനെ പിന്നെ രണ്ടാമത് നിസ്കരിച്ച് അപ്പോഴും ഹദീസിന്റെ ഓർമ്മയിലാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നഷ്ടപ്പെട്ടതും കിട്ടാനുള്ളതൊക്കെ ഓർക്കുന്നുണ്ട് നിസ്കരിക്കാതിരിക്കുമ്പോൾ അല്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊരു വ്യത്യാസം. ഇൽമിന് വേണ്ടിയുള്ള യാത്രയിൽ എന്തെന്നില്ലാത്ത ത്യാഗം. ഇബ്നു അബി ഹാതിം റാസി റളിയല്ലാഹു അൻഹു അൽ ഇമാമുൽ ജലീൽ, പ്രഗൽഭനായ ഇമാമാണല്ലോ. മഹാനായ ഇബ്നു അബി ഹാതിം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലേക്ക് വന്നൊരു കഥ പറയുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ രാത്രി പകലന്തിയോളം ഞങ്ങൾ മശായിഖന്മാരരികത്തേക്ക് ഓടുകയാണ് ഇൽമ പഠിക്കാൻ. രാത്രി തിരിച്ചു വരും. അങ്ങനെ പകൽ പഠിച്ചതൊക്കെ രേഖപ്പെടുത്തും, വായിക്കും. ഈ മത്സ്യം കുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല. 3 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം മത്സ്യം നോക്കുമ്പോൾ കേടുവന്ന് പോയിട്ടുണ്ട്. എത്രയോ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, പക്ഷെ അതൊന്ന് വേവിച്ച് തിന്നാൻ ഞങ്ങളെ കൊണ്ടായില്ല. ഞങ്ങൾ ഈജിപ്തിൽ വന്ന കാലം അവിടെ താലിബീങ്ങളെ കാണാൻ വേണ്ടി ഓടുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയില്ല, ഞാൻ ഓടിപ്പോന്നു എന്ന് പറയില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ. ഞങ്ങൾ മഷി വെക്കുന്ന ആ കുപ്പിയോടുകൂടെ, മഷിയോടുകൂടെ, പേനയോടുകൂടെ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്തുവിനോടൊപ്പം മഖ്ബറയിലേക്ക് എന്ന് പറഞ്ഞാൽ പഠിച്ച് മരണം വരെ പഠിക്കുക. മിഹ്ബറ അല്ലെങ്കിൽ അവരുടെ ഹിബർ സൂക്ഷിക്കുന്ന, മഷി സൂക്ഷിക്കുന്ന പാത്രത്തിനാ പറയാ. അതോടുകൂടെ മഖ്ബറയിലേക്ക് പറയില്ലേ, ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്, തൊട്ടിലിൽ നിന്ന് ഖബർ വരേക്കും എന്നൊക്കെ പറയുന്ന പോലെ പഠനം അങ്ങനെയാണ്, ലൈഫ് ലോങ്. മഹാനായ അബൂബക്കറുൽ അൻബാരി റളിയല്ലാഹു അൻഹു ഒരു ആഴ്ചയിൽ തന്നെ 10,000 പേജുകൾ മുതാലഅ ചെയ്യുമായിരുന്ന പ്രഗൽഭനാണ് അബൂബക്കറുൽ അൻബാരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. 10,000 പേജുകൾ ഒരൊറ്റ ആഴ്ചയിൽ വായിക്കുന്നു. നമ്മൾ പേപ്പർ വായിക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും നല്ല കിതാബുകളോ അതിന്റെ പരിഭാഷകളോ ശുദ്ധ ഖുർആനോ ഖുർആനിന്റെ ആശയങ്ങളോ തഫ്സീറുകളോ ഒക്കെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നേരം കിട്ടിയേനെ. മിനിമം വാട്സപ്പിൽ വരുന്ന കഥ വായിക്കുന്ന സമയം കൊണ്ടൊരു നല്ല കിതാബ് വായിക്കായിരുന്നു അല്ലേ? എത്ര വായിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് ഓരോ കസർത്തുകൾ ഓരോരുത്തർ എഴുതി വിടുന്നത്. സുബ്ഹാനല്ലാഹ്, അതിന്റെയൊക്കെ സ്ഥാനത്ത് എത്ര ഖുർആൻ ഓതാമായിരുന്നു, എത്ര നല്ല കാര്യങ്ങൾ വായിക്കാമായിരുന്നു. ചിന്തിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ മശായിഖന്മാരോടുകൂടെ ഇൽമു പഠിക്കുന്നവരോടൊപ്പം കാണിക്കുന്ന ബഹുമാനവും ആദരവും അതിലേറെ. ഈ ബഹുമാനം ഉസ്താദ് ഇവിടെ ഇറങ്ങിയപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റുന്നു, വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ ഒരു അദബ് ഇത് വല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി എന്ന് പറയാൻ കാരണം. ഉസ്താദിന്റെ ഗുരുനാഥന്റെ കൂടെ നിന്ന് ഗുരുനാഥനിൽ നിന്ന് അദബ് പഠിക്കണം മുതഅല്ലിമീങ്ങൾ. ഇൽമിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗം അതാണ്. അദബ് പഠിക്കണം, ബഹുമാനിക്കണം. സ്വന്തം ഗുരുനാഥന്മാരെ തന്നെ ബഹുമാനിക്കാത്തവർക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. ഫാഖിദു ശൈഇ ലാ യുഅതി, ഫാഖിദു ശൈഇ ലാ യുഅതി, മൻ കാന ലഹു അഖ്ലുൻ ഫൽയഫ്ഹം, ഫാഖിദു ശൈഇ ലാ യുഅതി. ഇമാമുനാ ശാഫിഈ തങ്ങൾ പറയുന്നു, കുൻതു ഉഖല്ലിബു الصفحة من بين يدي مالك رضي الله عنه تقليبا خفيفا.
ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഞാൻ കിതാബ് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്റെ ശൈഖായ മാലിക് ഇമാമിന്റെ മുമ്പിൽ കിതാബ് മറിക്കുന്നത് ഞാൻ മെല്ലെ മറിച്ചിരുന്നുള്ളൂ. ഒരു പേജ് മറിക്കുന്നത് പേടിച്ചിട്ട് മെല്ലെ ഞാൻ മറിച്ചിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? ഞാൻ പേജ് മറിക്കുന്ന ശബ്ദം പോലും ഇമാം മാലിക് തങ്ങൾ അറിയരുത്. ഇമാം ദാരിൽ ഹിജ്റ, മദീന കണ്ട പ്രഗൽഭൻ, ലോകം കണ്ട പ്രഗൽഭനായ ഇമാം, ലാ യുഫ്താ വ മാലികും ഫിൽ മദീന എന്ന് അറബ് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് ആപ്തവാക്യമായി വന്നതുപോലെ ഇമാമുന മാലിക്കുള്ളപ്പോ, മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോ ആരും ഫത്വ കൊടുക്കാൻ പാടില്ലെന്നാണ് ആ മഹാന്റെ മുമ്പിൽ ഒരു പേജ് പോലും ഞാൻ വളരെ പേടിച്ചേ മറിച്ചു വെക്കുമായിരുന്നുള്ളൂ. ആര്? ഇമാമുന ശാഫിഈ തങ്ങൾ. അതുകൊണ്ടാണല്ലോ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതിനാണ് പ്രതിഫലം. ഉസ്താദുമാരോട് ആദരവ് കാണിച്ചവർക്ക് ശിഷ്യന്മാർ ആദരവ് കൊടുക്കും. ഉസ്താദുമാരെ ബഹുമാനിക്കാതെ അനാദരവ് കാണിച്ചുകൊണ്ടോ ദുന്യവിയായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗുരുനാഥന്മാരെ തള്ളിപ്പറയുകയോ ചെയ്തവരെ സ്വന്തം മുമ്പിലിരുന്ന് കിതാബ് പഠിച്ച ആളുകളുടെ നാവിൽ നിന്നെങ്കിലും ആ ഗുരുനാഥൻ നികഴ്ത്തപ്പെടേണ്ടത് ഈ ലോകത്ത് വെച്ച് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇത് അല്ലാഹു ചെയ്യുന്ന അല്ലാഹുവിന്റെ സുന്നത്താണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ, ഇതിന് മാറ്റം വരൂല. അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഇവിടെ നിന്ന് അനുഭവിച്ചു തീരാനുള്ളതാണ്. പരലോകത്തെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭനായ ശിഷ്യൻ, അസ്ഹാബിൽപ്പെട്ട മഹാനായ റബീഅ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇമാം റബീഅ എന്നവർ പറയുമായിരുന്നു, വല്ലാഹി മസ്തതഅതു അൻ അശ്റബൽ മാഅ ഫീ ഹദറത്തിൽ ഇമാം ശാഫിഈ, ഇമാം ശാഫിഈ തങ്ങളുടെ മുമ്പിൽ വെച്ച് വെള്ളം കുടിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നുവെന്ന് ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥൻ, തന്റെ ഉസ്താദായ മാലിക് ഇമാമിനെ ബഹുമാനിച്ചവരാണ്. ആ ബഹുമാനം ശിഷ്യന് തന്റെ ശിഷ്യന്മാരിലൂടെ അല്ലാഹു നൽകുന്നു. അതുകൊണ്ട് ഇൽമിന് പുറപ്പെടുന്ന ആളുകൾ തന്റെ ഗുരുനാഥന്മാരെ ശരിക്ക് ബഹുമാനിക്കുകയും എന്തെന്നില്ലാത്ത ആദരവ് കാണിക്കുകയും ചെയ്യുക. എന്തെന്നില്ലാത്ത ആദരവ്, അതബിലൊരിക്കലും ഒരു തഖ്സീർ വരുത്തല്ലേ. അല്ലാഹു നമുക്ക് അതബുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതബുള്ള ആളുകളിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഇൽമ പഠിക്കുന്നത്, പഠിക്കേണ്ടത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് അദബും ഇൽമും എമ്പാടും പഠിച്ചെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഇൽമുണ്ടാകുമ്പോ അള്ളാഹുവിന് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം, ജനങ്ങൾക്കത് അറിയിച്ചു കൊടുക്കണം, ആളുകളെ ദീനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം. എന്തെന്നില്ലാത്തൊരാഗ്രഹം വരും, എന്തെന്നില്ലാത്തൊരാഗ്രഹം, ദഅവത്ത് ചെയ്യാനുള്ള ആഗ്രഹം വരും. എന്റെ മക്കളിൽ ഏതെങ്കിലും ഒരു മോനെങ്കിലും ഒരു ഹാഫിളാവണമെന്ന കൊതി വരും. അപ്പോ എന്റെ മക്കളിൽ ഏതെങ്കിലും ഒരാൾ ഒരു ആലിമാവണം, പണ്ഡിതനാവണം, എഞ്ചിനീയറും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ ആയിക്കോട്ടെ, ഒരു മോനെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇമാമത്ത് നിൽക്കാനും കഴിവുള്ള ഒരു നല്ല മോൻ എനിക്ക് വേണം. എന്റെ എല്ലാ മക്കളും പഠിക്കണം, ഒരു മോനെങ്കിലും ദീൻ വിദ്യാഭ്യാസം കൂടുതൽ പഠിക്കണം. ഒരാഗ്രഹം ആഗ്രഹിച്ചോളൂ. അല്ലാഹുവല്ലേ മക്കളെ തരുന്നത്, കൊതിച്ചോളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ അല്ലാഹു നൽകട്ടെ. അതുകൊണ്ടാണ് സ്വഹാബികളിൽ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻ, ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഹബീബായ നബി തങ്ങൾ കടന്നു വന്നപ്പോഴാണ് ഹബീബിനെ സ്വീകരിക്കാൻ പാട്ടുപാടിയത്. മഹാന്മാരായ സ്വഹാബിമാർ അൻസ്വാരികൾ ഹബീബിനെ സ്വീകരിക്കാൻ പാട്ടുപാടിയല്ലോ. സ്വീകരിക്കാൻ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഹബീബ് ജന്മം കൊണ്ട ഈ മാസത്തിൽ ഹബീബായ നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്നുണ്ട്.
മൗലീദ് പാരായണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ലയോ? ഹബീബായ നബി തങ്ങൾ അവിടത്തെ പാട്ടുപാടി സ്വീകരിച്ച സ്വഹാബത്തിനോട് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളത് ചെയ്യല്ല, ഇത് തെറ്റാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലല്ലോ. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ദഫ്മുട്ടി ഹബീബിനെ സ്വീകരിച്ചുവല്ലോ. ആ നേരത്ത് അൻസ്വാരികൾ ചെയ്ത ഈ പണി ഇഷ്ടപ്പെടുന്നത് ഈമാനിന്റെ അടയാളമാണെന്നും അൻസ്വാരികളോട് ദേഷ്യം വെക്കുന്നത് കാപട്യത്തിന്റെ അടയാളമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുപാടി സ്വീകരിച്ചപ്പോ ഓരോ സ്വഹാബിയും പറഞ്ഞുവല്ലോ, ഇൻസിൽ ഇൻദനാ ഇൻസിൽ ഇൻദനാ ബിത്തൽ ലൈലത ഇൻദനാ നബിയേ, എന്റെ താമസിക്കണം നബിയെ, ഇന്നത്തെ രാവ് അങ്ങ് എന്റെ വീട്ടിൽ വരണം നബിയെ, ഇന്ന് താമസിക്കേണ്ടത് എന്റെ വീട്ടിലാവണം. മദീനക്കാർ ഓരോരുത്തരും ഹബീബിനെ ക്ഷണിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഹബീബിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബിമാർ, അവരിലുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു, നിങ്ങൾ വിട്ടേക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഹബീബ് താമസിക്കുക. ഫഇന്നഹാ മഅ്മൂറ, അല്ലാഹുവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒട്ടകമാണിത്, വിട്ടേക്കണം. ആ ഒട്ടകം ഏതൊരു സ്വഹാബിയുടെ വീടിന്റെ മുന്നിലാണോ മുട്ടുകുത്തിയത്, മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു 80 വയസ്സ് കഴിഞ്ഞ സമയത്ത് പോലും അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ദീനിന്റെ വെളിച്ചം മദീനയിൽ കൊണ്ടുവന്ന ഹബീബിൽ നിന്നും സ്വീകരിച്ച വെളിച്ചം യൂറോപ്പിലേക്ക് കൊണ്ടുപോയ സ്വഹാബിയാണ് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. 80 വയസ്സ് കഴിഞ്ഞ മഹാൻ തുർക്കിയിലേക്ക് എത്തുമ്പോഴാണ്, തുർക്കിയുടെ ബോർഡറിലേക്ക് എത്തുമ്പോഴാണ് രോഗബാധിതനാകുന്നത്. തുർക്കിയുടെ ബോർഡറിലെത്തുമ്പോ സ്വഹാബിമാർ പറഞ്ഞു, അബൂ അയ്യൂബ് നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്നോ? ഇല്ല സ്വഹാബ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എന്റെ സ്വഹാബിമാരിൽ ഒരാൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വാതിൽക്കൽ വന്ന് വഫാത്താകുമെന്ന് പറഞ്ഞിട്ടില്ലേ? ലഅല്ലഹാ, ആ ഹബീബ് പറഞ്ഞ വാക്ക് എന്നെ സംബന്ധിച്ചാകാം, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, യാത്ര മുന്നോട്ട് പോകുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ തുർക്കിയുടെ പേരാണത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പരിസര ഭാഗത്തെത്തുമ്പോഴാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. മദീനയിൽ തന്റെ വീട്ടിലാണ് ഹബീബായ നബി തങ്ങൾ അന്ന് ഇറങ്ങിയത്. ആ സ്വഹാബി ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് തുർക്കിയുടെ ബോർഡറിലാണ്. എന്താണ് ഈ ത്യാഗം? 80 കഴിഞ്ഞപ്പോഴാണ് പോയത്. അല്ലാഹുവിന് വേണ്ടിയുള്ള യാത്രയാണത്. മദീനയിൽ കൊണ്ടുവന്ന വെളിച്ചം ലോകത്തിന് കൊടുക്കാൻ ചെയ്ത ത്യാഗം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയത്തുകളിൽ ഉമ്മു ഹറാം റളിയല്ലാഹു തആല അൻഹ ഹബീബിനോട് കൂടെ ഒരുപാട് ത്യാഗങ്ങളിൽ സംബന്ധിച്ചവരാണ്. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സ്വഹാബിമാർ കപ്പൽ കയറിയിട്ട്, എന്റെ സ്വഹാബിമാർ കടൽ കയറിയിട്ട് ഈ ദീനിന്റെ പ്രചാരണവുമായി കടൽ കയറി പോകും. കടലിന്റെ ഓളങ്ങൾ താണ്ടി എന്റെ സ്വഹാബിമാർ ദീനിന്റെ വെളിച്ചം കൊണ്ടു കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോ മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്ഉല്ലാഹ അയ്യജഅലനി മിൻഹും, നബിയേ ആ പോകുന്ന യാത്രാ സംഘത്തിൽ ഞാൻ ഉണ്ടാവാൻ നബിയേ അങ്ങൊന്ന് ദുആ ഇറക്കണം. വഅൻതി മിൻഹും, നിങ്ങൾ ആ സംഘത്തിലുണ്ട്. നബി തങ്ങളെ പറഞ്ഞ് 30-ലേറെ കൊല്ലം കഴിഞ്ഞിട്ടാണ്, 30ഓളം കൊല്ലമാകാനിരിക്കുന്നു. ഖിലാഫത്തുർ റാഷിദയുടെ അവസാന കാലഘട്ടങ്ങളിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കപ്പൽ കയറി പോകുമ്പോ അവരെ ശുശ്രൂഷിക്കാൻ സ്വഹാബത്തിന്റെ കൂടെ ജിഹാദിന് പോകുന്ന, ധർമ്മസമരത്തിന് പോകുന്ന സ്വഹാബത്തിന് ഒരു കൈത്താങ്ങാവാൻ ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ഇനി ഒരിക്കലൂടെ ആ യാത്രക്ക് ശേഷം വീണ്ടും ഒരിക്കലൂടെ ഒരു സംഭവം നടക്കും, ഇതുപോലെ ഒരു യാത്ര നടക്കും. ആ യാത്രയിൽ നബിയെ എനിക്കുണ്ടാവാൻ കൊതിയുണ്ട്, നബിയെ കൊതിയുണ്ട്, അങ്ങ് ദുആ ഇറക്കണേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം അങ്ങനെ അങ്ങ് സാധിപ്പിച്ചില്ല, തങ്ങൾ അങ്ങനെ അങ്ങ് സമ്മതിച്ചില്ല. അതിൽ തിരിച്ചു വരാൻ ഭാഗ്യമുണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. ഉമ്മു ഹറാമേ, നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആ രണ്ടാമത്തെ യാത്രയിൽ പോയി ഇന്നത്തെ സൈപ്രസിൽ അന്തിയിറങ്ങുന്ന മഹദിയാണ്. ഇന്നവിടുത്തെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമാണ് സൈപ്രസിൽ അന്തിയിറങ്ങുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ മധ്യത്തിൽ. സൈപ്രസ് അങ്ങ് കടന്നാൽ പിന്നെ ജർമ്മനിയാണ്, ഇറ്റലി, ഫ്രാൻസായി, യൂറോപ്പായി.
മെഡിറ്ററേനിയൻ കടലിന്റെ ഏകദേശം മധ്യഭാഗത്ത് കിടക്കുന്ന സൈപ്രസിൽ, ഖുബ്റുസ് എന്ന അറബിയിൽ പറയുന്ന നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഒരുപാട് കറാമത്തുകൾ കണ്ടിട്ടുള്ള മഹദിയാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. ഒരു പെണ്ണല്ലേ ആ മഹദി തന്റെ ഉന്നത ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ കണ്ടതിന്റെ പേരിൽ തന്റെ കുടുംബം എവിടെയുണ്ട്, തന്റെ മക്കളുണ്ട് നാട്ടിൽ, എന്നാലും പ്രായം പോലും വകവെക്കാതെ വാർദ്ധക്യ സമയത്താണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ എന്തെങ്കിലും അള്ളാഹുവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തത്. അവരിന്ന് കിടക്കുന്നത് സൈപ്രസിലാണ്. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഹബീബിന് വേണ്ടി വാങ്ക് വിളിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. ഫസമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ബിലാലേ, നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ബിലാലേ, ബിമ സബഖ്തനി യാ ബിലാൽ, ബിലാലേ നിങ്ങൾ എന്റെ മുമ്പ് സ്വർഗ്ഗത്തിലെത്തിയല്ലോ എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ആ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ മദീനയിൽ നിന്ന് 1000-ലേറെ കിലോമീറ്റർ അപ്പുറത്ത് ഇന്നത്തെ ഷാമിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിഷമം കൊള്ളുന്നത്. മദീനയിലല്ല, ഒരുപാട് ദൂരെയാണ്, ഷാമിലാണ്. മഹാനായ ഉഖ്ബത്ത് ഇബ്നു നാഫിഅ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഈ ദീനിന്റെ വെളിച്ചവും ദീനിന്റെ പ്രഭയും ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ യാത്ര പോയ മഹാനായ ഉഖ്ബത്ത് ഇബ്നു നാഫിഅ് റളിയല്ലാഹു അൻഹു അന്ത്യവിഷമം കൊള്ളുന്നത് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്താണ്. മഹാനായ ഉഖ്ബ റളിയല്ലാഹു അൻഹു അവരിലൂടെയാണ് ചൈനയിലേക്ക് ഇസ്ലാമിന്റെ പ്രഭ കടക്കുന്നത്. അവരിലൂടെയാണ് ഇന്ത്യ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭ കടക്കുന്നത്. ആ മഹാനായ സ്വഹാബിന്റെ അന്ത്യവിഷമം കൊള്ളുന്നത് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത് ഉഖ്ബത്ത് ഇബ്നു നാഫിഅ് റളിയല്ലാഹു തആല. ഈ ഉന്നതമായ മാതൃകകൾ ഉത്തമ സമൂഹത്തിന്റെ മുൻഗാമികളിൽ നമുക്ക് അല്ലാഹു തആല തന്ന മാതൃകകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഈ രീതിയിൽ ഏറ്റവും ഉന്നതമായ സേവനം ഈ ദീനിന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചവരാണ്. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഈ കൊതിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? അള്ളാഹുവിന് വേണ്ടി എന്ത് നമ്മൾ ചെയ്യുന്നു? അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മള് ജുല്ലു ഹമ്മിന, നമ്മുടെ ആകെയുള്ള ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഉറങ്ങുക തന്നെ. അതിനപ്പുറത്തെ പേര് ഇസ്മ, പെൺകുട്ടികൾക്ക് പേരിടാൻ പറ്റിയ നല്ലൊരു പേര് ഇസ്മത്തുദ്ദീൻ. ഇസ്മ എന്നാണ് പേര്. മഹദി ഇസ്മ ബീവി റളിയല്ലാഹു അൻഹ മഹ്മൂദ് നൂറുദ്ദീൻ സംഖിയുടെ ഭാര്യയാണ്. അന്ന് രാത്രി അവര് രാജ്ഞി എന്ന് പറയാം. അന്ന് രാത്രി മഹദി റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച് എഴുന്നേൽക്കുന്നു. കൊട്ടാരത്തിലാകെ എന്തെന്നില്ലാത്ത ബഹളം. ചോദിച്ചു, എന്താണ് ഇസ്മ ബീവി, എന്ത് പറ്റി നിങ്ങൾക്ക്? അച്ചാബക്കിന്റെ മോൾ ഇസ്മ ഖാത്തൂൻ, ഇസ്മത്തുദ്ദീൻ ഖാത്തൂൻ എന്നാണ് അവരുടെ പേര്. എന്തെന്നില്ലാത്ത ദേഷ്യപ്പെടൽ. എന്താണ് ചോദിച്ചപ്പോ, ഫാതനി വിർദു ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിങ്ങൾ ആരും എന്നെ വിളിച്ചുണർത്താതിരുന്നത്? സുബ്ഹിയാവാൻ നേരമായല്ലോ എന്നും ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന പാതിരാ നിസ്കാരം, തഹജ്ജുദ്, ഖിയാമുൽ ലൈലൊക്കെ എനിക്കിന്ന് നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറയുകയും ദേഷ്യപ്പെടുകയും ഈജിപ്ത് ഫലസ്തീനിന്റെ ഭാഗങ്ങളിലൊക്കെയും റമളാനിനൊക്കെ അത്താഴത്തിന് വിളിക്കാൻ നഗാര കൊട്ടി നടക്കുന്ന പോലെ അന്ന് തഹജ്ജുദിന് വേണ്ടി ആളുകൾ, ഒരു സംഘം ആളുകളോട് ചെണ്ട കൊട്ടി നടക്കാൻ ഉത്തരവിട്ടു മഹദി ഇസ്മ റളിയല്ലാഹു അൻഹു. എന്തിനാണെന്നറിയോ? തഹജ്ജുദ് വേണ്ടവർ നിസ്കരിക്കാൻ എഴുന്നേറ്റോട്ടെ. പിന്നെ ഉറക്കിൽപ്പെട്ടവർക്ക് എന്ത് മുട്ടിയാലും അറിയില്ലല്ലോ. നിസ്കരിക്കാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് കൊള്ളട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായി, അല്ലാഹുവിന് വേണ്ടി പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായി മാറാൻ വേണ്ടി ഫലസ്തീനിലൂടെ റമളാനിലോ മറ്റോ അത്താഴത്തിന് എഴുന്നേൽപ്പിക്കാൻ ആളുകൾ നഗാരമുട്ടുന്ന പോലെ അന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ ചെണ്ട മുട്ടി നടക്കാൻ വിജ്ഞാപനം കൊടുത്ത മഹദിയാണ് നൂറുദ്ദീൻ സംഖിയുടെ ഭാര്യ ഇസ്മ ബിവി റളിയല്ലാഹു അൻഹ. എന്തൊരു മഹദിയായ പെണ്ണല്ലേ! ആ മഹദിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് നൂറുദ്ദീൻ മഹ്മൂദ് സംഖി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവരെ കല്യാണം കഴിച്ചത് മറ്റാരുമല്ല, അതാ ആ മഹദിയെ സ്വീകരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള മഹാൻ സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അവര് പിന്നെ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹ. രാത്രി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റതേ
കാതില കാണാനില്ല എന്ന് പറഞ്ഞിട്ടല്ല, മാല പോയല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. എന്താണ്, എനിക്കിന്ന് രാത്രി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല റബ്ബേ, എൻ്റെ ഒരു രാത്രി കഴിഞ്ഞു കടന്നല്ലോ. സുബ്ഹാനല്ലാഹ്.